ശ്രീ എസ് സുരേഷ്, അങ്ങനെ മാത്യു കുഴൽനാടൻ്റെ സാമാന്യ ബുദ്ധി പോയതാണോ? അപ്പോൾ ഇന്ന് പി രാജീവ് പറയുകയാണ് മൂന്ന് ഭാഗങ്ങളിൽ വിളിച്ച മൂന്നാമത്തെ ചീറ്റിയ പടക്കമായിരുന്നു ഇന്നത്തെ മാത്യു കുഴൽനാട് വാർത്താ സമ്മേളനമെന്ന്. അതിന് മുകളിൽ പി രാജീവ് എഴുതുന്ന കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ ഈ എ കെ ആന്റണിയുടെ കാലത്താണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ലീസിന് കൊടുത്തതെന്നും ആ ലീസ് കുറച്ചാൾക്ക് ഫ്രീസായെന്നും അതിനുശേഷം വന്ന വി എസ് അച്യുതാനന്ദനും അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരും ആ ഫ്രീസ് അവസ്ഥ അങ്ങനെ തുടർന്നുവെന്നും അതിനുശേഷമാണ് ഈ ലീസിന് ലൈഫ് കൊടുക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് പോയതൊക്കെ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയാവുന്നെങ്കിലും പി രാജീവ് ഒന്നാമത്തെ പോയിന്റായി പറയുന്നത് കണ്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ലീസ് കൊടുത്തത് എന്ന് പറയും മട്ടിൽ ചീറ്റിയ പടക്കമായിരുന്നോ ഇന്നത്തെ മാത്യുവിൻ്റെ വാർത്താ സമ്മേളനം? ശ്രീ സുരേഷ്. അല്ല, ഇതിൽ നമ്മളൊന്ന് കാണേണ്ടത് ഇവിടെ ഉമ്മൻചാണ്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാവരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇവിടെ CMR നിന്ന് പണം വാങ്ങിയിരിക്കുന്നത് PV എന്ന് പറയുന്ന പിണറായി വിജയനും അതോടൊപ്പം തന്നെ OC എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയും RC എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും KK എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുട്ടിയും എല്ലാ കുട്ടികളും എല്ലാ ആൾക്കാരും ഒരുമിച്ചിരുന്നാണ് ആ KMRCLൻ്റെ ഷെയർ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ ഒരു വ്യത്യാസം ഈ കേസിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് കൂടുതൽ കുടുങ്ങി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് KMRLന് വേണ്ടി ഇത്തരത്തിലുള്ള കളികൾ കളിച്ച് ആ കളികൾ കളിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു വിഹിതമായി മാസപ്പടി മകളുടെ പേരിലുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ്. പക്ഷേ അത് അഴിമതിയുടെ നേരിട്ടുള്ള അഴിമതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നികുതി വകുപ്പ് അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ 2019 മുതൽ വിവിധ കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ പുറത്ത് അന്വേഷണം നടക്കുന്നു. 2017 ഈ എക്സാലോജി കമ്പനിയും അതോടൊപ്പം തന്നെ CMRLും തമ്മിലുള്ള എഗ്രിമെൻ്റ് വരുന്നത്. അതിനുശേഷമുണ്ടായിട്ടുള്ള ഓരോ വിഷയം 2 വർഷം കഴിയുമ്പോൾ തന്നെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു. അന്വേഷണം ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അതിൻ്റെ ആദായ നികുതി തർക്ക പരിഹാര ഫോറത്തിൻ്റെ കണ്ടെത്തലുകൾ വരുന്നു. ആ കണ്ടെത്തലുകളുടെ തുടർന്ന് ROCയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു. ROCയുടെ അന്വേഷണം കൂടുതൽ വ്യാപൃതവും വിസ്തൃതവുമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിന് ബോധ്യം വരുമ്പോൾ SFIOയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു. SFIOയുടെ അന്വേഷണം വരുന്ന സമയത്താണ് ഇവിടുത്തെ പ്രതിയായിരിക്കുന്ന വീണ വിജയനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമൊക്കെ ഞെട്ടി അമ്പരന്ന് ഒന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ കോടതിയുടെ മുമ്പിലേക്ക് പരസ്യമായിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം വിടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് KSIDCയാണ് വിടുന്നത്. അത് ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്കെന്താ ഇതിൽ താല്പര്യം? SFIOയുടെ അന്വേഷണത്തെ എതിർക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഇത്ര താല്പര്യം എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിലെല്ലാം ഉണ്ടല്ലോ ശ്രീ ഹാഷ്മി. ഇവിടെ പ്രശ്നം ആ KSIDCയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയത് KSIDCയെ സംരക്ഷിക്കാനോ ഞാനും താങ്കൾ ഉൾപ്പെടുന്ന കേരളത്തെ സംരക്ഷിക്കാനോ അല്ല. അത് വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പോയി പരാജയപ്പെട്ടു. അതിനുശേഷം സമൻസ് കൈപ്പറ്റി ഇനി ജയിലിലേക്ക് പോകാൻ വേണ്ടി വരും എന്ന് ഉറപ്പായ സമയത്ത് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് പോകുന്നു മകൾ നേരിട്ട്. അവിടെയും പരാജയം ഏറ്റുവാങ്ങുന്നു. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ ഓരോ 2019 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ വിവിധങ്ങളായിട്ടുള്ള ഹിയറിങ്ങുകൾ അതൊക്കെ നടന്ന് ഇന്ന് അത് വേറൊരു തലത്തിലേക്ക് SFIOയുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും ഉന്നതമാർന്ന തലത്തിൽ അത് അറസ്റ്റ് വരെയുള്ള ഘടകങ്ങളിൽ എത്താവുന്ന അവസ്ഥയിലേക്ക് ഈ അന്വേഷണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ വാങ്ങിയത് രസീത് കൊടുത്താണ് എന്ന് പറഞ്ഞാൽ KPCC ഒരു രസീതും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വാങ്ങിയ പണത്തിൻ്റെ ഒരു രസീതും ഇതുവരെ KPCC പുറത്തു വിട്ടിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുട്ടിയും വാങ്ങിയ ഒരു രസീതും ഇതുവരെ മുസ്ലിം ലീഗും പുറത്തു വിട്ടിട്ടില്ല. PV വാങ്ങിയപ്പോൾ ഇന്ന് 80 കോടി രൂപ 100 കോടി രൂപയോളം പിണറായി വിജയൻ വാങ്ങി എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത്. പിണറായി വിജയൻ വാങ്ങിയ പൈസയുടെ കണക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും പുറത്തു വിട്ടിട്ടില്ല, ഇതുവരെ സമ്മതിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ചർച്ചയ്ക്ക് വരാൻ പോലും ഭയന്ന് വിറച്ചിരിക്കുകയാണ് CPM എന്ന് പറയുന്ന മഹത്തായ പാർട്ടി.
ഈ ചർച്ചയ്ക്ക് വരാൻ പോലും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതെല്ലാം അഴിമതിയാണ്. ഉമ്മൻചാണ്ടി ഇതിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം വരെയുള്ള എല്ലാത്തിലും അഴിമതി ഉണ്ട് എന്നുള്ളതും ഇതിനു വേണ്ടിയുള്ള നെഗോസിയേഷൻസും ഇതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും കാരണം ചില സമയത്ത് ചിലതൊക്കെ നടന്നിട്ടില്ല എന്നതൊഴിച്ചാൽ ശരി, സുരേഷ്, താങ്കൾ ക്രോണോളജിക്കൽ ഓർഡറിൽ 2019 മുതലേ ഉള്ള കാര്യങ്ങൾ ഇവിടം വരെ വളരെ സ്വാഭാവികമായി എന്ന നിലയ്ക്ക് പറഞ്ഞു പോയി. പക്ഷെ അതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം 2019 അന്വേഷണം തുടങ്ങി എന്നുള്ളത് ശരിയാണ്, ED കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ 2019, 20, 21, 22, 23 ഏറ്റവും ഒടുവിലാണ് ഒരു പത്രവാർത്ത വരുന്നത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണങ്ങൾ ഊർജിതമാകുന്നത്. പിന്നാണ് ഷോൺ SFI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ പോലും SFI അന്വേഷണത്തോട് കേന്ദ്ര സർക്കാരിന് വിമുഖതയായിരുന്നു. അത് കോടതി എടുത്തു ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഒരു അമാന്തം എന്ന് എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് SFI വരുന്നത്. അതുകൊണ്ട് അത്ര നിഷ്കളങ്കമായി അങ്ങനെ സംഭവിച്ചു വരുന്നതല്ല. ഇതിനിടയിൽ കുറച്ച് തമോ വർഷങ്ങളുണ്ട്. ആരും ഒന്നും അറിയാതെ, വിവരങ്ങൾ എവിടെയാണെന്ന് അറിയാതിരുന്ന കുറച്ച് തമോ വർഷങ്ങളുണ്ട്. പത്രവാർത്ത വന്നു, കാര്യം ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം.